ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു വിഭവം പരിചയപ്പെടുത്താൻ പോവാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. മൊന്തൻ കായ എന്ന് പറയും. കണ്ടോ, ഇതിന് ചിലപ്പോൾ വേണ്ടി വരില്ല ഓരോ കായയുടെ പേര്. ഞാനിത് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ഇടുകയാണ്. നമുക്കിനി വേവിക്കാം. മൊന്തൻ കായ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. കുക്കറിലിട്ട് 2 വിസിൽ വന്നപ്പോൾ കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം. തൊണ്ടങ്ങ് കളഞ്ഞാൽ മതി. കണ്ടോ, രണ്ടും അതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പൊളിച്ചിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. രണ്ടും ഇവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ അതിൻ്റെ തൊണ്ട് കണ്ടോ, പൊളിഞ്ഞങ്ങ് പോരും, തൊണ്ട് തൊട്ടങ്ങ് പോരും. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. ആ കായ എടുത്ത് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്യുകയാണ്. ഇവിടെ 1 കപ്പ് സേമിയ അല്ലെ വെർമസെല്ലി പൊടിച്ച് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചിരിക്കുകയാണ്, അതിലോട്ട് ഇടുകയാണ്. വെർമിസെല്ലി മൂപ്പിച്ചില്ലേ, അതേ ചീനിച്ചട്ടി അതിൽ തന്നെ ചൂടുണ്ട്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം, അങ്ങനെ ഉപയോഗിക്കുന്ന എണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ചെയ്യാൻ പോണത് സവാള. 1 സവാള കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് സവാള, അത് മൂപ്പിടുകയാണ്. നമ്മളിതിലേക്ക് 1 ക്യാരറ്റ്, ചെറിയ ക്യാരറ്റ് അതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഉള്ളിയും പച്ചമുളകും മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതും കൂടെ ഇട്ടപ്പോൾ ഞാൻ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഉപ്പ് പാകത്തിനുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 കായ, മൊന്തൻ കായ, അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ അത് ഇതിലോട്ട് ഇടുകയാണ്. നന്നായിട്ടൊന്ന് ഉതിർന്ന് വരുന്ന രീതിയിലാക്കാം നമുക്ക്. വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇവിടെ വെർമസെല്ലി വറുത്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേവണം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉപ്പിടാം. അരിപ്പയിലോട്ടിട്ട് ഊറ്റിയെടുക്കാം. ഈ വേവിച്ച് വെച്ചില്ലേ സേമിയ, അത് ഇതിലോട്ട് ഇടണം. വെർമസെല്ലി നമുക്കത് മിക്സ് ചെയ്യാം. ഭംഗിയുണ്ടല്ലേ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര, കണ്ട ഈ പീരയും കൂടെ നമുക്ക് ഇടാം. ആവശ്യത്തിനിട്ടാൽ മതി. എല്ലാം ഇതൊക്കെ അവനവൻ്റെ ആവശ്യം അനുസരിച്ചിടാം. ലാസ്റ്റ് ഇടുകയാണ് നല്ലത്. തേങ്ങ വേവിക്കാതെ ഇടുകയാണ് നല്ലത്. അപ്പം വേവരുത് തേങ്ങ, എന്തായാലും ടേസ്റ്റ് പോകും. ഇതിലോട്ടിടാൻ പോവാണ് നമ്മൾ. ഇതിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ നമുക്ക്? നോക്കട്ടെ, ഞാൻ കൊള്ളാൻ പോകുന്നു. ചൂടാണ്. നല്ല ടേസ്റ്റ്. ഈ തേങ്ങ വേവാതെ ഇട്ടാലേ സ്വാദുള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.